എൻ്റെ പേര് രഞ്ജു എന്നാണ്. ഇതെൻ്റെ ഫാമിലി. മുളന്തുരുത്തിലൊരു വീട് വെച്ചേക്കുവാണ്. 2350 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. 4 ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമായിട്ട് ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതൊരു സിമ്പിളായിട്ടും കോമ്പാക്റ്റായിട്ടൊരു വീടെന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. അതിലിപ്പം കൺസ്ട്രക്ഷൻ മുതൽ ഇൻറ്റീരിയർ എല്ലാ കാര്യങ്ങളും, ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് ഭാഗ്യത്തിന് കുറേ നല്ല ആളുകളെ കിട്ടിയതുകൊണ്ട് നല്ല രീതിയിലത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ഏൽപ്പിച്ചത് ഒരു ആർട്ടിസ്റ്റ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ ഇടപ്പള്ളിലുള്ളൊരു ഫാമിലിയാണ്. പലരെയും ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്തതാണ് ആർട്ടിസ്റ്റ്. അതിന് പ്രധാനമായിട്ടും ഇപ്പോൾ റോണിയായിട്ട് ഞങ്ങളൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നപ്പോഴും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിന് ജെന്യുവനായിട്ടൊരു റെസ്പോൺസ് കിട്ടുക, എന്താ ചെയ്യണേ എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു ഫീല് നമുക്ക് ഇനീഷ്യലി കിട്ടിയതിൻ്റെ പേരിലാണ് നമ്മൾ ഏൽപ്പിച്ചത്. നമ്മൾ കയറി വരുമ്പോൾ ഫീൽ ഗുഡായിട്ടുള്ളൊരു ആംബിയൻസ് കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇതെല്ലാം തോട്ട്സ് നമ്മൾ ഷെയർ ചെയ്തിരുന്നത്. ഡൈനിങ്ങും ലിവിങ്ങും ഒരു സ്പേഷ്യസ് ആയിട്ടൊരു ഇത് കിട്ടണം. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒക്കെ ആണെങ്കിലും ഒരുമിച്ചിരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യങ്ങളുണ്ടാവുക. ഫുൾ ഡോറ് കൊടുത്ത്, ഗ്ലാസ് ഡോറ് കൊടുത്തൊരു ഡെക്ക് ഉണ്ട്. അപ്പോൾ ഡെക്ക് ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ മഴ പെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം വീഴുക, അവിടെ കുറച്ച് ചെടികളുണ്ടാവുക, പിന്നെ അവിടെ പുറത്തുനിന്ന് ഇറങ്ങിയിരിക്കാനായിട്ടുള്ള കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ളൊരു സ്പേസ് എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ റൂഫും നമ്മൾ ഗ്ലാസ്സിലാണ് ചെയ്തേക്കണം. കിച്ചൺ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അപ്പോൾ അത് മെയിനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം ഒരു ഫാമിലി മെമ്പേഴ്സുമായിട്ടൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കുക്കിംഗ് ആ ഒരു സ്റ്റൈല് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് തന്നെ. പിന്നെ അത് കൂടാതെ തന്നെ ഓപ്പൺ കിച്ചൺ കൂടാതെ നമ്മളൊരു യൂട്ടിലിറ്റി കിച്ചൺ കൂടെ പ്ലാൻ ചെയ്തു. കാര്യം ഹെവി ആയിട്ടുള്ള കുക്കിംഗ് എല്ലാം നമ്മൾ അവിടെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. മാക്സിമം സ്റ്റോറേജ് നമ്മൾ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. കാര്യം ലോഫ്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ അൺയൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ചെയ്തെടുത്തേക്കണത്. നമുക്ക് 4 ബെഡ്റൂമാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ഒരു വിൻഡോ സീറ്റ് വേണമെന്നുള്ളത് താല്പര്യമായിരുന്നു. കാരണം ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു കസേരയിട്ട് ഇടയ്ക്കൊരു ഫർണിച്ചർ കൊണ്ടുവന്നതിലും നല്ലത് അങ്ങനെ എന്തെങ്കിലും ഇരിക്കാനൊരു പ്രൊവിഷൻ ഉണ്ടാവുക. ഓരോ ബെഡ്റൂമും ഓരോ തീമിലാണ് പോയേക്കണേ, ഓരോ സെപ്പറേറ്റ് കളർ തീമാണ്. അതെല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കൂടുതലും ഡിസൈൻ ചെയ്തേക്കണേ. ഇപ്പം മദേഴ്സ് ബെഡ്റൂം ആണെങ്കിലും മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും കുട്ടികളുടെ ബെഡ്റൂം ആണെങ്കിലും ഓരോ തീമിലാണ്. അതും പേസ്റ്റൽ ഷെയ്ഡ്സാണ് കൂടുതലും പോയത്. അത് നമുക്ക് ഒത്തിരി അങ്ങൊരു സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇനീഷ്യലി നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആദ്യം എന്ത് പറയുന്നു അതായിരിക്കില്ല ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് വരിക. ഇവിടെ എല്ലാ കാര്യങ്ങളും അതിനോട് ശ്രദ്ധിച്ചാണ് ചെയ്തേക്കണേ. പിന്നെ അവരുടെ ഒരു വർക്കേഴ്സ് ആണെങ്കിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ് തോന്നിയേക്കണേ. അപ്പോൾ അത് വർക്കിൻ്റെ സ്പീഡാണെങ്കിലും അതിൻ്റെ ചെയ്തു പോകുന്നതിൻ്റെ ക്വാളിറ്റി എല്ലാം അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം അവർ ക്വാളിറ്റി വൈസ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്.